Hey guys, welcome back to amiZCookandCraft. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളൊരു തനി നാടൻ ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത്, മീൻ പൊള്ളിച്ചത്. വളരെ സിമ്പിളായിട്ട് എന്നാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ന്യൂ ഡിഷസ് ഒന്നും നിങ്ങൾക്ക് മിസ്സാവത്തില്ല. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം നമുക്ക് മീൻ കായം വരട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്യുക. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ വിനിഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഇതില്ലെങ്കിൽ ലെമൺ ജ്യൂസ് ആയാലും മതി. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ മീനിൽ തേക്കാനുള്ള കായം റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് പിലോപ്പി മീനാണ്. സെയിം കരിമീൻ്റെ ഒക്കെ പോലെ ഇരിക്കുന്ന ഒരു മീനാണ്. അപ്പോൾ ഈ ഒരു കായം നമ്മൾ മീനിൽ എല്ലാ സ്ഥലത്തും തേച്ച് കൊടുക്കുക. മീനിൻ്റെ ഉള്ളിലും പുറത്തും എല്ലാ സ്ഥലത്തും തേച്ച് കൊടുക്കുക. മീൻ നന്നായിട്ട് നമ്മൾ വരയണം. അപ്പോൾ ആ വരഞ്ഞ ഗ്യാപ്പിലും എല്ലായിടത്തും തേച്ച് കൊടുക്കുക. മീൻ കായം പരട്ടി സെറ്റാക്കിയിട്ട് ഇത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ചൂടായതിനു ശേഷം അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടാണ്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പേസ്റ്റ് ആക്കണ്ട, ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞാൽ മതി. അതിലേക്ക് ഇനി ഒരു വലിയ തക്കാളി അരിഞ്ഞത് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് വഴന്ന് വരണം. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പുളി കൂടി ഈ ഒരു ടൈമിൽ ആഡ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ തക്കാളിയൊക്കെ ഉടഞ്ഞിട്ട് നല്ലപോലെ നമ്മുടെ മസാല കുക്കായിട്ട് വരും. മസാല ഇപ്പോൾ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ആ കയ്യിൽ വെച്ചിട്ട് തന്നെ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡിയാവും. ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്യാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ പൊടികളുടെ ഒക്കെ റോ സ്മെല്ലൊന്ന് മാറി വരണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ഈ ഒരു ടൈമിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്യുക. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. നമ്മൾ വാഴയിലയിലാണ് മീൻ പൊള്ളിക്കുന്നത്. അപ്പോൾ ഇതേപോലെ വാഴയില നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക. മടക്കുമ്പോൾ അത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളൊരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു വാഴയില വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ മസാലയിൽ നിന്ന് കുറച്ചെടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിൽ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പരത്തി കൊടുക്കുക. ഇനി നമ്മൾ നേരത്തെ കായം പരട്ടി വെച്ച മീൻ മസാലയുടെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള മസാല മീനിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മീൻ മൊത്തത്തിൽ മസാല വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്തെടുക്കണം.
മീനിൻ്റെ എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. മീൻ മൊത്തത്തിൽ മസാല വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഒന്ന് പൊതിഞ്ഞ് കൊടുക്കുക. നന്നായിട്ട് ടൈറ്റ് ചെയ്തിട്ട് തന്നെ പൊതിയണം. അതിനുശേഷം വാഴയുടെ തന്നെ നാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചരട് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ നമ്മുടെ മീൻ പൊള്ളിക്കാനുള്ള സംഭവമൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പൊള്ളിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളുടെ ഈ ഒരു പൊതി അതിലേക്ക് വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഇല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇനി ഇത് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വീതം 2 സൈഡും മറിച്ചും തിരിച്ചിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇനി നമ്മളിത് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം ഒന്നുകൂടെ മറിച്ചും തിരിച്ചിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ ഇതേപോലെ നന്നായിട്ട് കുക്കായി വരും. കണ്ടില്ലേ, ഇലയൊക്കെ കരിയാറായ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പാകം. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എന്തായി എന്നൊന്ന് തുറന്ന് നോക്കിയിട്ട് കാണാം. ആ ചൂടോട് കൂടി തന്നെ നമ്മളൊന്ന് തുറന്ന് നോക്കുക. സ്പൂൺ യൂസ് ചെയ്തിട്ട് ഇതേപോലെ ചെയ്താൽ മതി. കൈ പൊള്ളാണ്ട് നോക്കണം. അപ്പോൾ നല്ല ആവി പറക്കണ അടിപൊളിയായിട്ടുള്ള മീൻ പൊള്ളിച്ചത് ഇവിടെ റെഡിയാണ്. നമ്മളിത് ഇങ്ങനെ തന്നെ വാഴയിലയിൽ വെച്ച് സെർവ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഭംഗി. നമ്മളിത് വേറെ പ്ലേറ്റിലേക്ക് മാറ്റൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ സെർവ് ചെയ്താൽ മതി. കാരണം മസാല ഒക്കെ നമ്മുടെ ആ വാഴയിലയിൽ ഉണ്ടാവും. പിന്നെ വാഴയിലയിൽ ഇതിങ്ങനെ ഇരിക്കുന്നത് കാണാനാണ് ഒരു പ്രത്യേക ഭംഗി. നമ്മുടെ മീനൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. മസാല ഒക്കെ ആ ആവിയിൽ കിടന്നിട്ട് അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയുണ്ടെന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, മീനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാവ്, സൂപ്പർ ടേസ്റ്റിയാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഡിഷാണ്. നമുക്ക് ഏത് മീനായാലും ഈ ഒരു സെയിം പോലെ തന്നെ ചെയ്യാം. കരിമീനായാലും സൂപ്പറാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. സൂപ്പർ സ്പൈസിയാണ്, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യാണ്. സ്റ്റേ സേഫ് അറ്റ് ഹോം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.